അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ സന്തോഷിക്കണം. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്. അത് ഓരോ മനുഷ്യനും അവന്റെ മനസ്സിനനുസരിച്ചു കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തും. അത് ഓരോ മനുഷ്യനും ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ, ആ റബീഉൽ അവ്വൽ 12 കടന്നു വരുമ്പോ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ പല രീതിയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരോട്, ആഘോഷം നടത്തുന്നവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നതിനകത്ത് അർത്ഥമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ വിമർശിക്കുന്നവരുണ്ടല്ലോ, അതിനെ വല്ലാതെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, കളിയാക്കുന്നവരുണ്ടല്ലോ. ഒരിക്കലും നിങ്ങൾ ആ ചതിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഒരിക്കലും ആ ചതിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ വിമർശിക്കുന്നവരാകരുത്. ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വന്ന ദിനങ്ങളില് ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത, അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗലിദ് പാരായണം ചെയ്യണേ, മുത്തിനബിയുടെ മദ്ഹ് പാടണേ, മുത്തിനബിയെ വാഴ്ത്തണേ, മുത്തിനബിയെ പുകഴ്ത്തണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാറാ രോഗങ്ങളുണ്ടല്ലോ, വിപത്തുകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇന്റെ ദിനങ്ങൾ ഇങ്ങനെ വിട പറയുകയാണ്. അതുകൊണ്ട് സഹോദരാ, എത്രയാ നീ സ്വലാത്ത് പറഞ്ഞത്, എത്രയാ നീ മദ്ഹ് പറഞ്ഞത്, എത്ര സുന്നത്താണ് ജീവിതത്തിൽ ചെയ്തത്, എത്ര സലാമാണ് നീ മുത്തുനബിയോട് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചിന്തിക്ക്. ആ പ്രവാചക സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മോനെ, മൗലിദ് ഓതണമെങ്കിൽ നീ ഓതടാ. നീ അത് ഓതരുതെന്ന് പറയരുത്, നീ കളിയാക്കരുത്. നബിദിനം ആഘോഷിക്കുന്നവരെ നീ മോശക്കാരാക്കരുത്. അങ്ങനെ നീ ചെയ്യുന്നതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടമെന്താ? അതിലൂടെ നിനക്ക് വരുന്ന നഷ്ടമെന്താ? പേടിക്കണം ചെറുപ്പക്കാരാ. പൊന്നുമോനെ, യൂട്യൂബിൽ നിന്ന് നീ ഇസ്ലാം പഠിക്കുമ്പോ, യൂട്യൂബിനകത്ത് നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിക്കുമ്പോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും ചെറുപ്പക്കാരാ. മോനെ, നീ ഭയപ്പെടണമടാ പൊന്നുമോരെ. വിമർശിക്കുന്നവരും കളിയാക്കുന്നവരും നാണം കെടുത്തുന്നവരും അവര് വല്ലാതെ ഭയപ്പെടണം. അതിനുള്ള ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, അതാ തബ്ബല്ലക, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചവനാണ് അബൂലഹബ്. ആ അബൂലഹബ് അല്ലാഹുവിന്റെ റസൂലിനെ എവിടെന്ന് ചീത്ത വിളിച്ചല്ലോ, പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച അബൂലഹബിന്റെ ചരിത്രം നിനക്കറിയുമോ? പഠിക്കണം ചെറുപ്പക്കാരാ. അബൂലഹബിന്റെ പിൽക്കാലത്തുള്ള ചരിത്രം വായിച്ചു നോക്കൂ. എങ്ങനെയാണ് അവന് ചത്തുപോയത്? അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ച അബൂലഹബ് ചത്തത് എങ്ങനെയാണെന്ന് ആ അബൂലഹബിന്റെ ചരിത്രം വായിച്ചാ മനസ്സിലാവും ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ അവസാനം മോശമായി പോകും മോനെ, നിന്റെ അവസാനം മോശമാവുകയാണ്. എവിടെയെങ്കിലും കിടന്ന് ഈമാനില്ലാതെ മരിച്ചു പോകുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാകണം. ആ പ്രവാചകനോട് മഹബ്ബത്തുള്ളവരാകണം. ആ പ്രവാചകനെ സർവ്വതിനെക്കാളും വലുതായി അല്ലാഹു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടമാരെയായിരിക്കണം? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ പഠിക്കു ചെറുപ്പക്കാരാ. പ്രവാചകനോട് ഒരു വല്ലാത്ത സ്നേഹം നമുക്കുണ്ടാകണം. നാൽക്കാലികൾക്കുണ്ടായിരുന്നല്ലോ, മൃഗങ്ങൾക്കുണ്ടായിരുന്നല്ലോ, മരക്കുറ്റികൾക്കുണ്ടായിരുന്നല്ലോ. മദീനത്തു മസ്ജിദുൻ നബവിയിൽ നമ്മൾ കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുമോളെ, റസൂലുള്ളാഹി ആരാണെന്ന് പഠിക്കുമോളെ, ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അന്ന് പള്ളിയിലെ ഖുത്ബ ഓതിയിരുന്നത് ഒരു ഈന്തപ്പന മരത്തിന്റെ ഒരു കുറ്റിയുടെ മുകളിലാണ്. ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉസ്താദ് അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രസംഗിച്ചിരുന്നത്, അവിടെ നിന്ന് ഖുത്ബ ഓതിയിരുന്നത്. അവസാനം ഒരു സഹാബി വനിത കുറച്ചു മരം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു വിടുകയാ. അവിടെ നിന്നൊരു മിമ്പർ പണിയാറ്, അവിടെ നിന്നൊരു മിമ്പർ പണിയാറ്. അല്പമ തടികൾ കിട്ടിയപ്പോ അവിടെ നിന്ന് ആ തടി കൊണ്ട് ഒരു മിമ്പർ പണിതു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മിമ്പറിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടെ നിന്ന് ഖുത്ബ ഓതുകയാ. അവിടെ നിന്ന് ഖുത്ബ ഓതി. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിലിരിക്കുമ്പോ ഒരു തേങ്ങല് കേൾക്കുകയാ. വസമിഅനാ സൗതൻ ഹനീനാ, വല്ലാത്ത ഒരു തേങ്ങല് കേൾക്കുകയാ, വല്ലാത്ത ഒരു തേങ്ങല് കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് തിരയുകയാണ്. ആരാണല്ലാ ഈ പള്ളിക്കകത്തിരുന്ന് കരയുന്നതാരാ? അല്ലാഹുവിന്റെ റസൂല് കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് അവിടെ നിന്നിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. മുത്തുനബി ചെന്ന് നോക്കുമ്പോ ആരാ കരയുന്നതെന്നറിയോ? അന്ന് വരെ ഖുത്ബ ഓതിയിരുന്ന ആ മരക്കുറ്റിയുണ്ടല്ലോ, ഈന്തപ്പന മരത്തിന്റെ ചുവടിരുന്ന് കരയുകയാണ്. ഈന്തപ്പന മരത്തിന്റെ ചുവടിരുന്ന് കരയുകയാ. റസൂലുള്ള ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ നബിയേ, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. ഇനി എന്റെ മുകളിൽ ഇരിക്കില്ലല്ലോ, ഇനി എങ്ങനെ തൊടില്ലല്ലോ. അതോർത്തിട്ട് കരഞ്ഞു പോയതാ നബിയേ. ഒരു മരക്കുറ്റിയിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നീ കരയരുത്, നിന്നെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ ഞാൻ പള്ളിയുടെ വെളിയിൽ കളയുമായിരുന്നല്ലോ. ആ മരക്കുറ്റിയെ സമാധാനിപ്പിക്കുകയാ, ആ മരക്കുറ്റിയെ സമാധാനിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഞാനതിന്റെ മുകളിൽ കൈവച്ചിട്ട് സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ഖിയാമത്ത് നാൾ വരെ അത് അവിടെ ഇരുന്ന് കരയുമായിരുന്നു. സ്വഹാബാ, ഒരു മരക്കുറ്റിക്ക് മുത്തുനബിയോടുണ്ടായിരുന്ന സ്നേഹമാ, ഒരു മരക്കഷ്ടത്തിനുണ്ടായിരുന്ന സ്നേഹം ചെറുപ്പക്കാരാ നമുക്കുണ്ടോടാ പൊന്നുമോരെ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, സഹോദരങ്ങള്, ആത്മാർത്ഥമായി നെഞ്ചത്തെ കൈവച്ചിട്ട് ചിന്തിക്കൂ. നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമാണ്, യഥാർത്ഥത്തിൽ ആ പ്രവാചകനോട് സ്നേഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വയതിന് വരുമ്പോ മാത്രം ഫർദ് ധരിക്കുന്ന ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോട് അല്ലാഹുവേ പുറത്തിറങ്ങിയാ പറയേണ്ട അവസ്ഥയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിലെ സഹാബി വനിതകളുണ്ടല്ലോ. ഒരു പെണ്ണിന്റെ ചരിത്രം നിനക്കറിയണോ? ഉഹദിന്റെ രണാകടത്തിൽ യുദ്ധം നടക്കുകയാണ്. ഉഹദിന്റെ രണാകടത്തിൽ യുദ്ധം നടക്കുമ്പോ റസൂലുള്ളാഹിക്ക് പരക്ക് പറ്റിയെന്ന് അവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് വധിക്കപ്പെട്ടു എന്ന് വരെ വിളിച്ചു പറയുകയാണ്. ഒരു പെണ്ണിനെ കേട്ടിട്ട് ഇരിപ്പ് വരുന്നില്ല. ഒരു സഹാബി വനിത ഇറങ്ങി ഓടുകയാണ്. ഉഹദിന്റെ രണാകടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പെണ്ണിനോട് വിളിച്ചു പറയുന്ന പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട പിതാവ് ശഹീദായി. ആ പെണ്ണിനോട് പറയുകയാണ്, ഉഹദിന്റെ രണാകടത്തിൽ കടന്നുപോയ പെണ്ണിനോട് അവിടെന്ന് പറയുന്നു, നിന്റെ വാപ്പ ശഹീദായി. ആ പെണ്ണ് മിണ്ടുന്നില്ല. ആ പെണ്ണ് മിണ്ടുന്നില്ല. ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? തിരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശഹീദായി. അപ്പോഴും സമാധാനമില്ല. അപ്പോഴും പെണ്ണ് പരിഗണിക്കുന്നില്ല. അവിടെന്ന് ചോദിക്കുന്നത്, മുത്തുനബി എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അതാ മൂന്നാമത് വിളിച്ചു പറയുന്ന പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് ശഹീദായി. അപ്പോഴും ഉമ്മയ്ക്ക് റസൂലുള്ളാഹിനെ അറിഞ്ഞാ മതി, മുത്തുനബിയുടെ കാര്യം അറിഞ്ഞാ മതി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോഴാ അവിടുന്ന് സമാധാനം വന്നത്. വാപ്പ മരിച്ചെന്ന് പറഞ്ഞപ്പോ, പൊന്നാര ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ, തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ വേദനിക്കാതെ ഓടുകയാ. കാരണം അവരെക്കാല് സ്നേഹിക്കേണ്ടത് മുത്തുനബിയാ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഈമാൻ, അങ്ങനെ ഒരു സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. അതുകൊണ്ട് ആരാ മുത്തുനബി? ആരാ? അല്ലാഹു ആദരിച്ച നബിയാ. അല്ലാഹു പേര് വിളിക്കാത്ത നബിയാ. ആ മുത്തുനബിയുടെ വിയർപ്പിന് പോലും മഹത്വമാ. ആ മുത്തുനബിയുടെ വിയർപ്പിന് പോലും മഹത്വമാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കണം ചെറുപ്പക്കാരാ. മരങ്ങളോട് സംസാരിച്ചില്ലേ പോലെ ഒട്ടകം വന്നിട്ട് പരാതി പറഞ്ഞില്ലേ? മാൻപേട സംസാരിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പോ ഭൂമിയിലേക്ക് ആടുന്നിറങ്ങിയ മരമുണ്ടല്ലോ. തങ്ങള് അവിടെ നിന്ന് എന്റെ സഹാബി പറയുന്നുണ്ട്, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി പോകുമ്പോ സഹാബി വര്യന് പുറകിൽ വെള്ളവും കൊണ്ട് പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറയില്ലാതെ വന്നപ്പോ ഒരു മരത്തിനെ കൈ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ, ആ മരത്തിന്റെ ഒരു കമ്പില് ഒരു ശിഖരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കൂടെ വരാൻ. മരം കൂടെ പോയി അടുത്ത ഒരു മരത്തെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു മറയിട്ട് തരാൻ. ആ രണ്ട് മരത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുത്തി അവിടെ നിന്ന് മലമൂത്ര വിസർജനം നടത്തി. നമ്മൾ പഠിക്കണം ആരാ മുത്തുനബി, ആരാ ആ പ്രവാചകന്റെ മഹത്വവും ചരിത്രവും നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായി. ഇൻഷാ അല്ലാഹ് 11 മണി 10 മണിയാണ് നമുക്ക് തന്ന സമയം. അപ്പൊ സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വല്ലാത്ത സമയത്തും അൽഹംദുലില്ലാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നു. ഇത്രയും നേരം വഅദ് പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ പോകട്ടെ. ഒരു ചെവിയിലൂടെ കേട്ടു, മറു ചെവിയിലൂടെ കളഞ്ഞു. അതല്ല വിഷയം. ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പഠിക്കണം. ഒരു നല്ല കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഇന്നു മുതൽ ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് പോരാ, ഉറക്കെ ഏത് സുന്നത്ത് എന്നും ചെയ്യണം. അതാ എല്ലാ ദിവസവും. ഇന്ന് മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞ അടുത്ത റബീഉൽ അവ്വലിന് മാഷാ അല്ലാഹ് പറഞ്ഞാൽ പോരാ.
ഒരു സുന്നത്ത്, താടി വളർത്തണമെന്ന് പറയത്തില്ല, പേടിക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഏത് സുന്നത്ത് ചെയ്യും? അതാ എളുപ്പമുള്ളൊരു കാര്യം പറയട്ടെ, എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു സുന്നത്ത് പറയട്ടെ. ചെയ്യുവോ? പേടിക്കണ്ട, നിങ്ങൾ രാത്രി കാണാൻ എഴുന്നേറ്റ് നിസ്കരിക്കാനാ പറയണമെങ്കിൽ പെട്ടുപോകത്തില്ലേ? ഏതൊരു ഒരു എളുപ്പമുള്ള ഒരു സുന്നത്ത് പറയാ. ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അത് സുന്നത്ത. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തൂടെ? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഏത് നല്ല അങ്ങനല്ലേ, ഏത് നല്ല കാര്യം, ഇത് എങ്ങനെ, ഏത് നല്ല കാര്യം അല്ല. പണ്ടെടുത്തം ചെയ്ത പോലെ ഉസ്താദ് ഫുട്ബോൾ കളിക്കെതിരെ, ഫുട്ബോൾ കളിയുടെ ഫ്ലക്സ് വെച്ചതിനെതിരെ ഉസ്താദ് പ്രസംഗിച്ചു. അപ്പം ബിസ്മിയും പറഞ്ഞിട്ട് അടുത്ത് കൊണ്ടുപോക്കുക, കീറാതിരിക്കാൻ. അങ്ങനല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബിസ്മി പറഞ്ഞിട്ട് ചെയ്യാം. അല്ലാതെ മോശമായ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലമുണ്ട്, ഒരുത്തൻ കള്ളു കുടിക്കാൻ പോയി, കള്ള് ഷാപ്പിൽ പോയി കള്ളു കുടിക്കാൻ നിൽക്കുക. അപ്പൊ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഞണ്ടിന്റെ ഇറച്ചി കൊണ്ടുവച്ചു. ഞണ്ടെന്ന് പറഞ്ഞ ഞണ്ടില്ലേ, ഞണ്ടിന്റെയോ കക്കയുടെ എങ്ങാണ്ട് ഇറച്ചി കൊണ്ടുവച്ചു. ഓൻ പറയാ, ഇത് ഞങ്ങൾക്ക് കഴിച്ചുകൂടാ, കറാഹത്താണ്. ഓൻ അടിക്കണ എന്താ? ചിരിക്കാൻ പറഞ്ഞ നടന്ന സംഭവം. കള്ളിഷാപ്പിലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ മുന്നിൽ ഞണ്ടിന്റെ ഇറച്ചി കൊണ്ടുപോകാൻ പറയും, ഇത് കറാഹത്താ, തിന്നരുന്ന്, കുടിക്കണത് ഹലാല അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനല്ല. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇൻഷാ അല്ലാഹ് ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പ്രതിഫലം ഞാൻ പറയും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രതിഫലം പറഞ്ഞിട്ടേ വേദർത്തത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഉറക്കെ. എന്താ പ്രതിഫലം എന്നറിയോ? ഈ ഒരൊറ്റ ബിസ്മി പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തി. ആ യാത്ര നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രവാചകന്മാരുടെ ഖബർ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്ത ഒരു പരിമളം അടിച്ചു വീശുന്നു, ഒരു വല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത് എവിടെ നിന്നാ നബിയെ? ഇത് സ്വർഗത്തിന്റെ വാസനയാണ്, ഇത് സ്വർഗത്തിന്റെ പരിമളമാണ് ഈ അടിച്ചു വീശുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാ? ആ കാണുന്ന ഖബറിനകത്ത് നിന്ന്. ഒരു ഖബർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് ഈ സുഗന്ധം അടിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത് ഏത് നബിയുടെ ഖബറാ? ഇത് ഏത് നബിയുടെ ഖബറാ? അപ്പൊ പറഞ്ഞു, ഇത് നബിയുടെ ഖബറല്ല, ഇത് നബിയുടെ ഖബറല്ല, ഇതൊരു അടിമ പെണ്ണിന്റെയും 3 മക്കളെയും ഇതിനകത്ത് അടക്കിയിട്ടുണ്ട്, ആ പെണ്ണിന്റെ ഖബറാ. ഇതൊരു സാധാരണ ഒരു അടിമ പെണ്ണിന്റെ ഖബറാ. ആ പെണ്ണിന്റെ ഖബറിനകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ സുഗന്ധം അടിച്ചു വീശുമെന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരായി ഭാഗ്യവതി? ആരായി പെണ്ണാരാ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ചരിത്രം പറയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നു. സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണ്. ചരിത്രം പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് അംഗീകരിച്ചു. അവിടെ നിന്ന് പ്രവാചകനാണെന്ന് അംഗീകരിച്ചു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അന്ന് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടോന്ന്? അത് നമ്മളാ ചോദ്യം. മൂസാ നബി അല്ലേ ബിസ്മി അവിടെ ഉണ്ട്. അവിടെ നിന്ന് ചോദിച്ചു, ബിസ്മി പറഞ്ഞിട്ട് വേണം നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും തുടങ്ങാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്, അവസാനം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുമ്പോ, ഒരു പുതിയ വസ്തു എടുക്കല്ലേ, അവിടെ നിന്ന് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിടിക്കപ്പെട്ടു. ചരിത്രം പറയുന്നു, വിശാലമാണ്. അവസാനം അവിടെ നിന്ന് പിടിക്കപ്പെട്ടു. മഹദിയെയും തന്റെ മക്കളെയും തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലുകയാണ്.
തിളച്ച എണ്ണയ്ക്കകത്ത് മനസ്സിലാക്കണം, ഓരോ കുഞ്ഞിനെയും ആദ്യം 7 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞ്, മൂന്നാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ചോര കുടിക്കുന്ന മകനെ കൊണ്ടുവന്നിട്ട് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുകയാ, ഫ്രൈ ആക്കി. അവസാനം അവരുടെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയി ഫിർഔൻ അവസാനം തോറ്റുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവരെ കൊല്ലുന്നതിന് മുമ്പ് ഫിർഔൻ ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാൻ. അപ്പോഴാ പറഞ്ഞത്, എൻ്റെ മക്കളെ എൻ്റെ കൂടെ തന്നെ ഖബറടക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹദിയുടെ ഖബറിൽ നിന്ന് സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുന്നത് എന്ന ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സുന്നത്ത് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ പിൻപറ്റ്, നിങ്ങൾക്ക് അല്ലാഹു 4 സംരക്ഷണം തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. ചരിത്രം പോകട്ടെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. എവിടെയും അക്രമങ്ങളും, മുസ്ലിമിനെ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശത്രുക്കൾ വല്ലാതെ വർദ്ധിക്കുന്നു, അവരുടെ ശക്തികൾ കൂടുന്നു, നമ്മുടെ ശക്തികൾ കുറയുന്നു. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള ഏക എളുപ്പവഴി ഞാൻ പറയാം, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെടണ്ട. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഇവിടുന്ന് തെളിവ് സഹിതം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒന്നാമത്തെ പ്രതിഫലം നമുക്കറിയാം. ഇന്ത്യ മഹാരാജ്യത്തേക്ക് അറബികൾ കടന്നു വന്നപ്പോൾ അവരെ ആദരിച്ചു, അവരെ ബഹുമാനിച്ചു, അവരെ സ്വീകരിച്ചു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. മുസ്ലിമിനെ കാണുമ്പോൾ ബഹുമാനം കൊടുക്കുന്ന ഒരു കാലം, പള്ളി കാണുമ്പോൾ ബഹുമാനം കൊടുക്കുന്ന ഒരു കാലം, താടിയുള്ളവരെ കാണുമ്പോൾ ആദരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അമുസ്ലിമീങ്ങൾ പോലും ഇന്നത് മാറി. ഇന്ന് ഉസ്താദിനെ തെരഞ്ഞിട്ട് തല്ലുന്ന കാലം, പ്രായമുള്ളവനെ തല്ലിക്കൊല്ലുന്ന കാലം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹ് നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദരിക്കും നിന്നെ എല്ലാരും. നിന്നെ കണ്ട എഴുന്നേക്കും. അത് പൈസ കൊടുത്ത് നിർത്തണ്ട, അത് പൈസ കൊടുത്തിട്ട് ഞാൻ വരുമ്പോ എഴുന്നേക്കണമെന്ന് പറഞ്ഞ് നീ നിർത്തണ്ട. നിന്നെ കണ്ടാ തന്നെ ജനങ്ങൾ എഴുന്നേക്കും, നിന്നെ ആദരിക്കും, നിന്നെ ബഹുമാനിക്കും. അതിനുള്ള വഴി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അതങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിന്നെക്കാളും പ്രായം കുറഞ്ഞവനായിരിക്കും, ഓനെ കാണുമ്പോൾ എഴുന്നേക്കും. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 2, നിങ്ങൾ വ്യക്തമായി കേൾക്ക്, ഹദീസ് പറയാ സമയമില്ലാത്തത് കൊണ്ട്. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഭയം കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് സത്യമല്ലേ സഹോദര, നമ്മളെ പേടി എല്ലാവർക്കും. നമ്മൾ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഭയക്കണ്ട. എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും പേടിയാ. അവർ ഭയപ്പെടും. അത് ആയുധവും AK-47 കയ്യിലുള്ളത് കൊണ്ടൊന്നുമല്ല. മഹാനായ സഹാബികളുടെ ചരിത്രങ്ങൾ നോക്ക്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന ഒരുപാട് സഹാബികൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത, ഒരു നാട്ടിലേക്ക് പോകുന്നതിന് 1 മാസം മുമ്പേ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഭയം കൊടുക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. അതാ റസൂലുള്ള ഒരു നാട്ടിലേക്ക് പോകുന്നതിന് 1 മാസം മുമ്പേ പേടി അവർക്ക്. അവരുടെ ഹൃദയത്തിൽ മൈക്ക് കെട്ടിയിട്ട് വഴുതു പറയും, താടിയുള്ളവൻ തീവ്രവാദിയാ, ഭീകരവാദിയാണെന്ന്. സത്യത്തിൽ നമ്മൾ ഉറച്ചങ്ങോട്ട് നിന്നിട്ട് ഉലൂ തക്ബീർ ഒരു വിളിവിളിച്ച ഓടണ കണ്ടം പോലും തിരിച്ചറിയില്ല, അങ്ങനെ ഓടിക്കളയും. പേടിയ സഹോദര. സുന്നത്ത് ജീവിതത്തിൽ താടി വളർത്ത്, തൊപ്പി ധരിക്ക്, നിസ്കാരത്തഴമ്പ് വരട്ടെ. അൽഹംദുലില്ലാ. എന്തുകൊണ്ടാ ഈ ഉമ്മത്തിനെതിരെ തിരിയണത്? എടാ, ലവ് ജിഹാദ് പറഞ്ഞു, പിന്നെ ഭക്ഷണത്തിന്റെ ജിഹാദ് വന്നു, സർവ്വതും പറയുന്നു. എന്തുകൊണ്ടെന്നറിയോ? ചെറുപ്പക്കാര് അൽഹംദുലില്ലാ കള്ളും കഞ്ചാവും അടിച്ചടക്കണ ഈ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാരായ മക്കളുണ്ടല്ലോ, എല്ലാരെയും കുറ്റം പറയരുത്. നിസ്കാരത്തഴമ്പുള്ള എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? പ്രായമുള്ള നമുക്ക് പോലും ഇല്ല, എങ്കിൽ ചെറുപ്പക്കാരായ എത്രയോ കുട്ടികൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നു. വളരെ താഴ്മയോടുകൂടി ഉസ്താദന്മാരെ കാണുമ്പോൾ ആദരിച്ച് ബഹുമാനിച്ച് നടക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? അങ്ങനെയുള്ള മക്കള് നടക്കുന്നത് കാണുമ്പോൾ ഇവനൊന്നും സഹിക്കണില്ല.
എത്രയോ പെൺകുട്ടികൾ, നിങ്ങളടക്കണ ഈ ബാംഗ്ലൂർ തന്നെ ഓരോ കുട്ടികൾ ഇട്ടുകൊണ്ടടക്കണ വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് ഫർദയും ധരിച്ച് ഹിജാബും ഇട്ട് അള്ളാനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന 18കാരി 19കാരി കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് കള്ളു കുടിയടാ എന്ന് പറയുമ്പോൾ ഇത് ഹറാമ, ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ പാടില്ല എന്ന് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വീടി വലിക്കാതെ, ഒരു സിഗരറ്റ് വലിക്കാതെ, ഒരു ലഹരി വസ്തു വലിക്കാതെ കൂടെ നടക്കുന്നവർ മുഴുവനും കഴിക്കുമ്പോഴും അവർക്ക് അവരത്ഭുതപ്പെടുകയാ, ഇതെന്ത് ദീൻ, ഇവനെന്ത് ഇങ്ങനെ അങ്ങനെ കടന്നു വരുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിലുണ്ടോ നീ ഭയക്കണ്ട, അന്തിമ വിജയം നമുക്ക് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയൊക്കെ ചെയ്താലും, ഇവരെന്തൊക്കെ ചെയ്താലും, മൂസാ നബിയുടെ കയ്യിലിരുന്ന ഒരു വടിയല്ലേ ഒരു സമുദായത്തെ മുഴുവനും അള്ളാഹു രക്ഷപ്പെടുത്താൻ കാരണമായത്. മൂസാ നബിയുടെ കയ്യിലിരുന്ന ഒരു വടിയല്ലേ ഫിർഔനിന്റെ 70,000 വരുന്ന തന്റെ സിഹ്ർ നടത്തുന്ന ആൾക്കാരുടെ പാമ്പുകളെ മുഴുവനും നശിപ്പിച്ചത് ഒരു കമ്പല്ലായിരുന്നു സഹോദര. മൂസാ നബിയുടെ കയ്യിലിരുന്ന ഒരു കമ്പ്, അതടിച്ചപ്പോഴല്ലേ എൻ്റെ പ്രിയപ്പെട്ട പല അത്ഭുതങ്ങളും നടന്നത്. ആ കമ്പ് ഇനിയും നമ്മളിലേക്ക് തിരിച്ചു വരുമല്ലോ. ചരിത്രങ്ങൾ പഠിക്കുക. അതുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഒരാളെയും നീ ഭയപ്പെടണ്ട, നിന്റെ കാൽച്ചുവട്ടിൽ എല്ലാവരും വരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 ടെൻഷനാ, കഷ്ടപ്പാട്. മക്കളെ എങ്ങനെ നോക്കും, അവർക്കെങ്ങനെ ഭക്ഷണം കൊടുക്കും, ഇതിനു വേണ്ടിയാ രോഗം മറന്ന് പട്ടിണി കിടന്നിട്ട് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സഹോദര, അള്ളാഹു പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച നിങ്ങൾക്ക് കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുമെന്ന് നീ പേടിക്കണ്ട. ഒരുത്തന്റെ മുന്നിലും മരിക്കണ കാലം വരെ കൈ നീട്ടേണ്ട ഒരു ഗതികേട് റബ്ബ് നിനക്ക് തരൂല. കാരണം നീ മുത്തുനബിയെ സ്നേഹിച്ചവനാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവനാ. നിനക്ക് ആ അവസ്ഥ വരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4 ഞാൻ നിർത്തുകയാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം ആഗ്രഹിക്കാറുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. അതത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാവർക്കും ഈ ഇരിക്കണ എല്ലാവർക്കും ഷഹാദത്ത് കലിമ അറിയാം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കണേ എന്ന് നബി റസൂലുള്ളാഹി. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം ആ മനുഷ്യന്റെ ചാരത്തിരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഓൻ അറിയാഞ്ഞിട്ടാ അല്ല, ഓൻ അറിയാഞ്ഞിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തൽ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉസ്താദെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഉസ്താദാണ്, ഞാൻ നിസ്കാരത്തഴമ്പുള്ളവനാ, ഞാൻ വഴുതു പറയുന്നവനാ, ദിക്റുകൾ പറയുന്നവനാ എന്ന് കരുതിയിട്ട് നടന്നാ പറ്റൂല. നമ്മൾ വിചാരിക്കും നമുക്കിത് എളുപ്പമാണ്. ഇല്ല സഹോദര, അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടി, കഅബാലയം. ആ കഅബ പണിതട്ടെ. ഇബ്രാഹിം നബി എന്താ ദുആ ചെയ്തെന്നറിയോ? ഇബ്രാഹിം നബി ദുആ ചെയ്ത ദുആ മതി. ലോകത്ത് അല്ലാഹുവിന്റെ ഖലീല് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. നിനക്കാരും പുണ്യമുണ്ടോ? അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടിയിട്ട് ആ പ്രവാചകൻ ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവിനോട് പറയാ, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഈമാനുള്ള ഒരു മരണം തരണേ പടച്ചവനെ, ഈമാനുള്ള ഒരു മരണം തരണേ പടച്ചവനെ. എത്രയോ സഹാബി, എത്ര പ്രവാചകന്മാർ. യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത്, റബ്ബേ എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു, എനിക്ക് അധികാരം തന്നു, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ നിന്റെ ഔദാര്യം. എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. രാത്രി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മുത്തി നബി സുജൂദിൽ കടന്ന് നിലവിളിക്കും, സുജൂദിൽ കടന്ന് കരയുന്നു. ഉറങ്ങണ ഞാൻ ഞെട്ടി ഉണർന്നു. എന്താ മുത്തുനബി ഇങ്ങനെ പറഞ്ഞ് കരയണേ? ചെന്ന് നോക്കുമ്പോ സുജൂദിൽ കടന്നിട്ട് പറയുകയാ, യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പില്ലേ നബിയെ?
നിങ്ങൾക്ക് ഉറപ്പില്ലേ? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് മനുഷ്യന്റെ ഹൃദയമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും അത് പറന്നു പോകും. അതുകൊണ്ട് സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള ഒരു മരണം. നമ്മളൊക്കെ പലരുടെയും മരണങ്ങൾ പറഞ്ഞു കോരിത്തിരിക്കാറുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും പറയും, ഉസ്താദേ എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എൻ്റെ ഉമ്മ മരിച്ചത് റമളാൻ മാസത്തില, എൻ്റെ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഞാനാ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത് എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് നമ്മളിൽ പലരും. പക്ഷെ നമുക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? എൻ്റെ വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ച എനിക്കെന്തെങ്കിലും കിട്ടുമോ? പറ സഹോദരൻ, എന്തെങ്കിലും കിട്ടുമോ? കിട്ടുവോ? ഇല്ലേ? നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്കൊന്നും കിട്ടൂല. വല്ലതും കിട്ടണമെങ്കിൽ നീ അതുപോലെ മരിച്ചു കാണിക്കുക, നീയും അതുപോലെ മരിച്ചു കാണിക്ക്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്നു, ഭാഗ്യമാണ് അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എത്ര പ്രതിഫലം പഠിച്ചു? ദുനിയാവിൽ കിട്ടുന്ന 4 പ്രതിഫലം. 1, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനം അല്ലാഹു തരും. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയം, നീ ആരെയും പേടിക്കണ്ട, നിന്നെ എല്ലാവരും പേടിക്കും. 3, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരും, നിന്റെ റിസ്കിൽ വിശാലത നൽകും. 4, ഈമാനുള്ള മരണം കിട്ടും. 5, നിന്റെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളം ഉണ്ടാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 6, ഒന്നുകൂടെ, ഒരെണ്ണം കൂടെ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ കൂടപ്പുറപ്പോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം. കണ്ട പരിചയം പോലും നിന്റെ ഉമ്മ കാണിക്കൂല, നിന്റെ വാപ്പ കാണിക്കൂല, നിന്റെ മക്കള് കാണിക്കൂല, നിന്റെ കൂടപ്പുറപ്പ് കാണിക്കൂല. ചരിത്രം പറയുന്നു, ആദം നബിയുടെ മുന്നിൽ പോയിട്ട് എല്ലാവരും പറയും, ഞങ്ങളുടെ വാപ്പയല്ലേ ഞങ്ങളെ രക്ഷിക്ക്, എൻ്റെ കാര്യം തന്നെ കഷ്ടത്തില, പറ്റൂല. നൂഹ് നബിയുടെ അടുക്ക പോകും. നൂഹ് നബി പറയും, എനിക്ക് പറ്റൂല. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും നമ്മളെ തട്ടും, ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും നമ്മൾ പോകും, ഒരാളും നമ്മളെ സഹായിക്കൂല. മോനെ, ഈ ദുനിയാവിലെ 10, 30, 40, 50, 60 വർഷക്കാലമടാ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച നാളെ നിന്റെ കയ്യിൽ പിടിക്കും മുത്തുനബി. നാളെ പരലോകത്ത് ആരൊക്കെ മറന്നാലും അള്ളാന്റെ റസൂൽ നിന്നെ മറക്കില്ല. ആരൊക്കെ നിന്നെ കൈവിട്ടാലും, നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും നീ സ്നേഹിക്കുന്നവര് മുഴുവനും നിന്നെ മറന്നാലും ഞാൻ മറക്കൂല സഹാബ, ഞാനവരെ മറക്കൂല. എന്റെ സുന്നത്താര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നോ അവനെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുപോകും നമ്മളെ. അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതിനാ സ്നേഹമെന്ന് പറയുന്നത്, അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നബിദിനത്തിന്റെ അന്ന് ഒരു ലോറി വിളിച്ച് 4 ബോക്സുകൾ വലിച്ചതിന്റെ മുകളിൽ കെട്ടി നല്ല ആൽബം സോങ്ങുകൾ ഇട്ട് ദഫും കളിച്ച് നിസ്കരിക്കാതെ നടക്കുന്നതിനല്ല സ്നേഹമെന്ന് പറയുക. മുത്തുനബി പറഞ്ഞത് മരിക്കുന്ന അവസാന സമയവും പറഞ്ഞത് നിസ്കാരത്തെക്കുറിച്ചാ. എന്നാൽ ഈ ആഘോഷത്തിന്റെ പുറകിൽ നിസ്കരിക്കാതെ നടക്കുന്ന ഏതാഘോഷമാണെങ്കിലും അത് നല്ലതല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബിയെ കുറിച്ച് പഠിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വിളിക്കുന്നു. ഏതെങ്കിലും ഒരു റാലി നടക്കുമ്പോഴും അപ്പോഴും മുത്തുനബിയെ ചീത്ത വിളിക്കുകയാ. അവർക്കറിയാഞ്ഞിട്ട പാവങ്ങൾ അബൂജഹലും അനുയായികളും പറഞ്ഞു കൊടുത്തിരുന്നു, ഖുർആൻ മുഹമ്മദ് ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്, മുഹമ്മദ് ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്, ചെവിക്കകത്ത് കൈയിട്ടുകൊണ്ട് നടക്കണം. കാരണം കേട്ടാ നന്നാവൂന്ന് അവനറിയാം.
കേട്ടാൽ നന്നാകും. ഇതുപോലെയാണ് ഇവർക്കാർക്കും ആരെങ്കിലും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ മാത്രമേ അവർക്കറിയൂ. മുത്തുനബി ആരാണെന്നറിയില്ല. അവരെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ റസൂൽ ആരാണെന്ന് നമുക്കവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആദ്യം നമുക്ക് നന്നാകാം, പിന്നീട് മറ്റുള്ളവരെ നന്നാക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ റബീഉൽ അവ്വൽ വരും. 50 വയസ്സുള്ളവർ, 60 വയസ്സുള്ളവരുണ്ട്. 60 റബീഉൽ അവ്വൽ കഴിഞ്ഞു, 50 റബീഉൽ അവ്വൽ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ 33 റബീഉൽ അവ്വൽ കഴിഞ്ഞു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മൈക്ക് കിട്ടുമ്പോൾ ഞാൻ പറയും മുത്തുനബി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറയാറുണ്ട് പ്രസംഗിക്കുമ്പോൾ, മുത്തുനബിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈ 34 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ പ്രവാചക സ്നേഹിയ, മുത്തുനബിയുടെ മദ്ഹ് പറയുന്നവനാ. റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അറിയാതെ സലാത്ത് പറയുന്നവനാ. പക്ഷേ 34 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സത്യത്തിൽ എനിക്കിഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണുമായിരുന്നു. എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന 40, 50, 60 വയസ്സുള്ള വാപ്പ, നീ ചിന്തിക്ക്, 60 റബീഉൽ അവ്വൽ നീ ആഘോഷിച്ചില്ലേ? എന്തേ നിനക്ക് കാണാൻ പറ്റാതെ പോയത്? മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണ്ടേ? മരിക്കുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദര, മരിക്കുന്നതിന് മുമ്പെങ്കിലും നമുക്ക് കാണണം. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്ത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.